ലാളിത്യം കൈമുതലാക്കി സുവിശേഷ തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഇടയൻ. കാനഡയിലെ സീറോ മലബാർ വിശ്വാസി സമൂഹത്തിനായുള്ള മിസിസാഗ രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് കലുവേൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പിതാവെ, സ്വാഗതം. പിതാവെ, അങ്ങ് 2015 മിസിസാഗ രൂപതയുടെ ആദ്യത്തെ ഇടയനായി നിയമിതനാകുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും രൂപതയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോയാണ്. 2013 അങ്ങ് കാനഡയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാനഡ കാണുന്നത് തന്നെ. പക്ഷെ ഇങ്ങ് 10 വർഷം എത്തി നിൽക്കുമ്പോൾ രൂപതയെ ദൈവം വളരെയധികം വളർത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യ ഘട്ടത്തിൽ പിതാവ് നിരവധി പ്രതിസന്ധികളെ പിതാവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു പിതാവെ? അതിനെങ്ങനെ പിതാവിന് തരണം ചെയ്യാൻ സാധിച്ചു? ജോർജിയുടെ ചോദ്യത്തെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധി എന്നതിനേക്കാളപ്പുറത്ത് ദൈവപരിപാലനയാണ് എനിക്ക് ആദ്യമേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവയ്ക്കാനുള്ളത്. കാരണം പൗലോസ്ലീഹയുടെ ഒരു വചനമുണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും തേട്ടിത്തീട്ടിരുന്ന വചനമാണ്. 2 കൊരിന്തോസ് 9:15. ദൈവമേ, അങ്ങയുടെ അവർണ്ണനീയമായ ദാനത്തിന് സ്തുതി. ഇന്ന് മിസിസാഗ രൂപത തൻ്റെ 10ാം വർഷം ആചരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നൽകാത്തതായിട്ടൊന്നുമില്ല, ദൈവം നൽകിയതേ ഉള്ളൂ. മറ്റൊരു വചനം ഞാൻ ഓർക്കുന്നത് ജെറമ്യ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരിക്കലും നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 1960 മുതൽ അവിടെ നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾ തന്നെ അവിടെ കുറിയേടി പാർത്തു തുടങ്ങി. അവിടെയുള്ള ലാറ്റിൻ ബിഷപ്സിനോട് ഉള്ള എല്ലാ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും ആദ്യം ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ജനത്തിൻ്റെ ആധ്യാത്മിക ആവശ്യം കണ്ടറിഞ്ഞ് അവിടെ അവർ കണ്ടെത്തിയ സീറോ മലബാർ അച്ഛന്മാരെ ഈ ജനങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നിയോഗിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. 2013 ഞാൻ കാനഡയിൽ ചെല്ലുമ്പോൾ ഏകദേശം അടിത്തറയിട്ട ആത്മീയ ശുശ്രൂഷകൾക്ക് അടിത്തറയിട്ട കുറച്ച് സമൂഹം അവിടെയുണ്ട്, പ്രത്യേകിച്ച് ടൊറോണ്ടോ ഏരിയയിൽ. 2 വർഷം ഞാനവിടെ വികാരിയായ ടൊറോണ്ടോ മിസ്സാഗ, ടൊറോണ്ടോ ഇടവകയാണ്, അതിൻ്റെ മിഷനാണ് മിസ്സാഗ. ഈ 2 സമൂഹങ്ങൾക്ക്, ആരാധനാ സമൂഹങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് ഈ ജനങ്ങളെക്കുറിച്ച് വലിയ പദ്ധതി തന്നെ ഉണ്ട്. ദൈവമേ, ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നീ ആഗ്രഹിക്കുന്ന പോലെ ഇവർക്ക് ശുശ്രൂഷ ചെയ്യാം, അത്ര ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റേതായ പദ്ധതികളൊന്നുമില്ല. തുറന്നൊരു മനസ്സോടെ ശൂന്യമായ ആ ഒരു ചിന്തയോടെയാണ് ചെല്ലുന്നത്. എല്ലാം ദൈവിക പദ്ധതി നടക്കട്ടെ, എനിക്ക് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തിനാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എത്തുകയാണ്. പക്ഷേ 2 വർഷം കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ 2 ഇടവകയിലുള്ള ജനത്തെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും അവരെ ഒരു സമൂഹമായിട്ട് വളർത്തിയെടുക്കാൻ സാധിച്ചു. ശരിക്കും കാനഡയുടെ ഒരു പൾസ് പിതാവിനെ 2 വർഷക്കാലം മനസ്സിലാക്കാൻ സാധിച്ചു. ഏകദേശം മനസ്സിലായി, ജനത്തിൻ്റെ നീഡ് മനസ്സിലായി. അങ്ങനെയാണ് 2015 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് കാനഡയിലെ ഒരു സീറോ മലബാർ അപ്പസ്റ്റോലിക് എക്സാർക്കേറ്റ് സ്ഥാപിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് റോമിൽ വരുന്നത്. ഇന്ന് കാക്കനാടൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഞാനൊന്നും അറിയുന്നില്ല. അതെനിക്ക് പിന്നീട് ഞാൻ ബിഷപ്പായിട്ട് എന്നെ നിയമിച്ചപ്പോൾ എനിക്കത് രേഖാമൂലം എനിക്ക് കിട്ടുന്നു. അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന വാചകമുണ്ട്, ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് the spiritual riches of the Oriental churches, especially the Syro Malabar Church. We hereby erect an apostolic exarchate for the Syro Malabar Catholics in Canada with its see in Mississauga, and hereby appoint you as the first bishop of this exarchate. എന്ന് പറഞ്ഞാണ് എനിക്ക് കത്ത് പേഴ്സണലായിട്ട് മാർപ്പാപ്പ എഴുതിയത്. അപ്പോൾ ഓറിയന്റൽ സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ വിശ്വാസ പൈതൃകം, ആത്മീയ അടിത്തറ, അതിനെ കാത്തു സൂക്ഷിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വികസിപ്പിക്കാനും ആണ് എന്നെ അവിടെ ഏൽപ്പിച്ചത്. പിന്നെ അവിടുന്ന് ആ ദൈവപരിപാലനം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ചുവടുവയ്ക്കാൻ തുടങ്ങി. സാധാരണ വിധത്തിൽ അത്ഭുതകരമായി വഴി നടത്തി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ദൈവമേ,
അങ്ങയുടെ അവർണ്ണനീയമായ ദാനത്തിന് സ്തുതി. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടിയേറ്റത്തിലൂടെ പിതാവിനെ ദൈവം വളർത്തിയത്. പാലയിൽ നിന്ന് പാലക്കാടേക്ക്, പിന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാലക്കാട് രൂപതയിൽ നിന്നും ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു കാനഡയുടെ ഒരു ഇടയനായിട്ട് അങ്ങേക്ക് ദൈവം ഉത്തരവാദിത്തം നൽകുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കാനഡയുടെ മണ്ണിലേക്ക് ആദ്യമായിട്ട് പിതാവ് കടന്നു വരുന്ന ആ ഒരു സമയം പിതാവിൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു? കാരണം ഒരു രൂപതാ സംവിധാനമോ നിലവിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലത്തേക്കാണ് പിതാവ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ പിതാവിനെ അലട്ടിയിരുന്നു? ആശങ്കയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 100% ബോധ്യത്തോടെ പറയുന്നു, എനിക്ക് അല്പം പോലും ആശങ്ക ഇല്ലായിരുന്നു. കാരണം എനിക്ക് അവിടുത്തെ ചലഞ്ചസിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. എന്താണ് അവിടെ നടത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഒന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. മോശയോട് കർത്താവ് ഒരു വാചകം പറഞ്ഞു, നീ എവിടെ പോകുന്നുവോ നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. പുറപ്പാട് 33:14 ആ ദൈവത്തിൻ്റെ ശക്തമായ ഒരു വാഗ്ദാനം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവമേ, നീ എൻ്റെ കൂടെ വരണം. എനിക്കറിയില്ല എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ഒന്നും അറിയില്ല. തികച്ചും അപരിചിതമായൊരു നാട്, സാഹചര്യം, പശ്ചാത്തലം. അവിടെ ആരൊക്കെ ഉണ്ട്, അച്ഛന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വളരെ കൂളായിട്ട് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ സാധിച്ചു. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചു. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മിസിസാഗ രൂപതയാണ്. അപ്പോൾ ഈ 2015 മുതലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയാണ് രൂപതയെ വളർത്തിയത്? രൂപത കൈവരിച്ച ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആ ഒരു നേട്ടങ്ങൾ പിതാവ് ഒന്ന് പങ്കുവയ്ക്കാം. വെൽ എസ്റ്റാബ്ലിഷ്ഡ് വാക്ക് തന്നെ തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സാണ്. രൂപത തുടങ്ങിയത് ഒരു വ്യക്തമായ ഒരു ദിശാബോധത്തോടെയാണ്. ഒരു വിഷൻ സ്ട്രാറ്റജി നമുക്കുണ്ടായിരുന്നു. അത് 3 ഫേസായിട്ട് ആ വിഷൻ നമുക്ക് പറയാൻ പറ്റും. ടു ഫോം, ടു ഫോർട്ടിഫൈ ആൻഡ് എവാഞ്ചലൈസ്. ആ ഫോം എന്ന ആശയം എടുക്കാൻ കാരണം എനിക്ക് മനസ്സിലായി, കാനഡ മുഴുവൻ നമ്മുടെ സീറോ മലബാർ അംഗങ്ങളുണ്ട്. എനിക്ക് മാർപ്പാപ്പ വന്നതിൽ 18,000-ഓളം ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എവിടെയാണെന്ന് നമുക്കറിയില്ല. എനിക്കാകെ ഈ മിസിസാഗ, ടൊറോണ്ടോ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. കാനഡ ഇന്ത്യയുടെ 3 ഇരട്ടി വലുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ബാക്കി ജനങ്ങൾ ചിതറിക്കിടക്കുന്നത് എന്ന് ഇവരെങ്ങനെ റീച്ച് ഔട്ട് ചെയ്യും? ഏറ്റവും വലിയ രൂപതയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? ജിയോഗ്രഫിക്കലി ഏറ്റവും വലിയ രൂപതയാണ്. ഡെമോഗ്രഫിക്കലി അത്രയല്ല. ഏകദേശം 30,000-40,000 ഇവിടേക്ക് ആൾക്കാരേ ഉള്ളൂ. ജിയോഗ്രഫിയിൽ ഇന്ത്യയുടെ 4 ഇരട്ടിയാണ്. 3 ഇരട്ടി 4 ഇരട്ടി എന്ന് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന നമ്മളുടെ ദൈവജനത്തെ കണ്ടെത്തുക എന്നായിരുന്നു ആദ്യത്തെ അജണ്ട തന്നെ. ടു ഫോം, ടു റീച്ച് ഔട്ട് ദി സ്കാറ്റേർഡ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫോം എ കമ്മ്യൂണിറ്റി, വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, ആരാധനാ സമൂഹമായിട്ട് രൂപീകരിക്കുക. വിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായ ആരാധനാ സമൂഹം. അത് 10 പേരെ അവിടെ ഉള്ളുവെങ്കിൽ അവർക്ക് കുർബാന കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഫോം ചെയ്ത കമ്മ്യൂണിറ്റി അടുത്തത് അവർക്ക് ആവശ്യമായ പാസ്റ്റർ കെയർ കൊടുത്തുകൊണ്ട് ഫോർട്ടിഫൈ ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അവർക്ക് റെഗുലറായി കുർബാനകൾ ക്രമീകരിച്ചു കൊടുക്കുക, കാറ്റഗിസം, മറ്റ് ഭക്തസംഘടനകൾ, അച്ഛന്മാരുടെ ശുശ്രൂഷകൾ, ഏതൊക്കെ മേഖലകളിൽ അതെല്ലാം എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അതാണ് ഫോർട്ടിഫിക്കേഷൻ, സെക്കൻഡ് സ്റ്റേജ്. 3-ാമത്തെയാണ് എവാഞ്ചലൈസേഷൻ. ആ 2-ാമത്തെ സ്റ്റേജിനൊപ്പം നടക്കേണ്ടത് തന്നെയാണ്. കാരണം അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും മിഷണറിമാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയത്. ആ ആശയം ആദ്യം മുതൽ ഞാൻ കൊടുക്കാനും പരിശ്രമിച്ചിരുന്നു. നമ്മളിവിടെ പ്രവാസികളായി വന്നു, പക്ഷെ പ്രേക്ഷിതരായിട്ടാണ് കർത്താവിടെ നിങ്ങൾ അയച്ചിരിക്കുന്നത്. എവരി മൈഗ്രൻ്റ് ഇസ് എ മിഷണറി എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾ അവിടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ടു ഫോം, ടു ഫോർട്ടിഫൈ ആൻഡ് എവാഞ്ചലൈസ്, ഈ ഒരു മിഷൻ സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് വിഷൻസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു. ഇവിടെ അച്ഛന്മാർ, ഞാൻ പറഞ്ഞു, തുടക്കം ഒരൊറ്റയാൻ പോരാട്ടമായിരുന്നു. പിന്നെ കർത്താവ് ക്രമേണ അവിടുത്തെ അച്ഛന്മാരെ കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ 32 അച്ഛന്മാരും ഞാനങ്ങനെ 33 പേരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പിതാവ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് വൈദികരുടെ ഭാഗത്തു നിന്നുള്ള പിതാവിന് ഉള്ളൊരു പിന്തുണയാണ്. കാരണം പിതാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു ആലോചന, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പിതാവിൻ്റെ ഒപ്പമുണ്ട്. പക്ഷേ ഒരു സെക്കൻഡറി ആയിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ വൈദികർ, അവിടുത്തെ വൈദിക കൂട്ടായ്മ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട്? വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് ബോധ്യമുണ്ട്, എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ടീം വർക്കിൻ്റെ ആളാണ്.
ടീം വർക്ക് ഡസ് വണ്ടേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ ഒരു പാസ്റ്റർ കൊളാബറേഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാനിവിടെ കൊണ്ടിരുന്ന കാലത്തിലുമൊക്കെ എൻ്റെ ഒരു ചിന്തയിൽ അതുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു, അൽമാര് ചേർത്തിയത് അത് വേണ്ട വിധത്തിൽ വിശകലനം ചെയ്യുന്നു. അങ്ങനെ എറർ ഫ്രീ ആക്കി ഞങ്ങൾ പാസ്റ്റർ സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് എല്ലാവരും കൂടെ സഹകരണത്തോടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ചേരുമ്പോൾ അവരുടെ ഒരു ഓണർഷിപ്പ് ഉണ്ട്. മറ്റാർക്കും വേണ്ടിയല്ല, നമ്മളെല്ലാവരും അതിൽ ഓണർഷിപ്പ് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അത് മെത്രാനും അച്ഛനും അൽമാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്നു. ഇതൊരു കുടുംബമാണ്. നമ്മൾ ഈ ജനത്തിന് വേണ്ടിയാണ്, ജനം നമ്മുടേതാണ്, കർത്താവാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. ഞങ്ങളവിടെ ശുശ്രൂഷ ചെയ്യുന്നില്ലെന്നു, അൽമാരവിടെ അവരുടെ ഭൗതിക ജീവിത വളർച്ചയ്ക്ക് വേണ്ടി വന്നത് എങ്കിൽ പോലും ആദ്യം അങ്ങനെ സ്വാഭാവികമായിട്ടും, പിന്നെ അല്ല, കർത്താവിന് മറ്റേ ലക്ഷ്യമുണ്ട്. അതിനേക്കാൾ വലിയൊരു പ്രേക്ഷിത ദൗത്യം കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് അൽമായർക്കും ബോധ്യമായി. അപ്പോൾ ഞങ്ങളൊരു ടീമായി. അങ്ങനെ ഞങ്ങൾ ഷെപ്പേർഡ് ഓഫ് ഫെയ്ത്ത് എന്ന വലിയൊരു മിഷണറി മുന്നേറ്റം നില കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഷെപ്പേർഡ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഇടയന്മാർ. അത് അച്ഛന്മാരംഗങ്ങളാണ്, പക്ഷേ അൽമാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. 400ഓളം കുടുംബങ്ങൾ അതിനകത്ത് ഈ മിഷണറി കുടുംബത്തിലുണ്ട്. അവരുടെയൊക്കെ കൊച്ചു കൊച്ചു ചില്ലിക്കാശികളാണ് ഇവിടെ കൊച്ചു കൊച്ചു ഇടവുകളിൽ അച്ഛന്മാർ വയ്ക്കുന്നതിന് സാമ്പത്തികമായി സഹായിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആ ബാലൻ അറ്റൊക്കെ ഉണ്ടായിരുന്ന ആ 5.2 മീനും കർത്താവിൻ്റെയിലേക്ക് കൊടുത്തുകൊണ്ട് നടന്ന അത്ഭുതം അത് നമ്മുടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പിതാവ് പറഞ്ഞു ഓരോ സ്ഥലങ്ങളിലും ഈ മിഷൻ സ്റ്റേഷൻസ് രൂപീകരിക്കുന്നു, കൂട്ടായ്മകൾ രൂപീകരിക്കുന്നു. അപ്പോൾ ഒട്ടനവധി യാത്രകൾ പിതാവിന് ചെയ്യേണ്ടി വരില്ല. പിതാവ് പറഞ്ഞു ഇന്ത്യയുടെ ഒരു 4 ഇരട്ടിയിൽ 3 ഇരട്ടി വലിപ്പമുണ്ട് രൂപതയ്ക്ക്. അപ്പോൾ ഈ യാത്രകളൊക്കെ അത് എങ്ങനെ സാധ്യമാകുന്നു? അതിൽ ആ യാത്രകളിലൂടെ വരുന്ന ഒരു ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ആദ്യ യാത്രയാണ് മനസ്സിൽ വരുന്നത് പെട്ടെന്ന്. 2015 സെപ്റ്റംബർ 19 ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം കഴിഞ്ഞു. എക്സാർക്കേറ്റ് ഔദ്യോഗികമായിട്ട് സാധിച്ചു ഉദ്ഘാടനം കഴിഞ്ഞു. മെത്രാന്മാരും മറ്റ് വിശിഷ്ടാതികളെല്ലാവരും പോയി. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ്. തമ്പുരാനെ എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ് നമ്മുടെ ജനം? അവരുടെ അടുത്ത് എങ്ങനെ പോകും? എൻ്റെ അടുത്ത് $10 തയ്ച്ചെടുക്കാനില്ല യാത്രയ്ക്ക്. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ പാലക്കാട് കാറ്റഗറി സെൻ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരൻ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, തോമസ് കുളമ്പി. അപ്പോൾ ഇവിടെ വെച്ചുണ്ടായിരുന്ന പരിചയത്തിന് ഞാൻ വിളിച്ചു. പുള്ളി അൽബർട്ട പ്രോവിൻസിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തോമസേ, ഞാൻ മെത്രാനായ ഇവരൊക്കെ അറിയാമല്ലോ, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല, എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ട്, കുറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അതിനെന്താ പിതാവ് പ്രോഗ്രാം തന്നേരെ, എന്നൊക്കെ പോകേണ്ട, എവിടേക്ക് എന്നൊക്കെ പോകാൻ പറ്റും, ഞാനത് റൂട്ട് മാപ്പ് തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി തന്നു. ഏകദേശം 20 ദിവസം എടുത്തു എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. കംപ്ലീറ്റ് എക്സ്പെൻസ് പുള്ളി എടുത്തു. ഞാൻ ഏതാണ്ട് അവസാന ഭാഗത്താണ് പുള്ളിയുടെ വീട്ടിലെത്തുന്നത്, കറങ്ങിയടിച്ച്. ഞാൻ പറഞ്ഞു, തോമസേ, ആ ഇൻവോയ്സ് തരികയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കണക്കെടുക്കാം. അവനെന്തെങ്കിലും ഇൻവോയ്സ് ഇവരുടെ കയ്യിലൊന്നും തരാനില്ല, അതുകൊണ്ട് വെറുതെ ഇൻവോയ്സ് വെച്ച് കണക്കൊരു ബാധ്യതയായിട്ട് പോയിട്ടുണ്ടാവും. ഈ യാത്ര എൻ്റെ ഭാഗം ജോർജി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ ഒരു തോമസിൻ്റെ കഥയാണ് പറഞ്ഞത്. ഇതുപോലെ അനേകം തോമസുമാരവിടെയുണ്ട്, അനേകം ജോർജുമാരുണ്ട്, അനേകം മാത്യുമാരുണ്ട്, മത്തായി മറിയൊക്കെ ഉണ്ട് അവിടെ ഉണ്ട്. അതാണ് ആ ഷെപ്പേർഡ് ഓഫ് ഫെയ്ത്തിൻ്റെ കഥ പറഞ്ഞത്. ഇങ്ങനെ ഈ ആൾക്കാരുടെ സഹകരണത്തോടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. യാത്രകളൊക്കെ എന്നെ അവിടെ ഇറ്റാലിയൻ ഈ അമേരിക്കൻ അല്ലെങ്കിൽ കനഡിയൻ ബിഷപ്സ് വിളിക്കുന്നത് ബിഷപ്പ് ഓൺ ദി മൂവ്, അല്ലെങ്കിൽ മൂവിങ് ബിഷപ്പ്, ട്രാവലിംഗ് ബിഷപ്പ്, ഇതൊക്കെ തമാശ വിളിക്കും. എനിക്ക് ടൊറോണ്ടോയിൽ നിന്ന് അല്ലെങ്കിൽ മിസിസാഗ കത്തീഡ്രലിൽ നിന്ന് രൂപതയുടെ മറ്റഗ്രമാറ്റമായ BC ഏറ്റവും ബൗണ്ടറി പാരിഷിലെത്താൻ 6.5 മണിക്കൂർ ഫ്ലൈറ്റിന് തന്നെ 6.5 മണിക്കൂർ ഫ്ലൈറ്റ് ജേണിയുണ്ട്. അവിടെ ഏകദേശം എത്ര വിശ്വാസികളുണ്ട് പിതാവേ?
ആ പ്രോവിൻസിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഞങ്ങൾക്കിന്ന് 2 ഇടവകയും ഒരു 8-10 മിഷൻ സെൻറ്റേഴ്സും പിന്നെ മാസ് സെൻറ്റേഴ്സും ആയിട്ട് ഒരു 10,000-ഓളം പേരുണ്ട് ഏകദേശം. തീർച്ചയായും പിതാവ് പറഞ്ഞ പോലെ $10 കയ്യിൽ വെച്ച് കാനഡ മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയൊരു അത്ഭുതം തന്നെയല്ലേ പിതാവ്? അത് ദൈവത്തിൻ്റെ വലിയൊരു അതില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഒപ്പം പിതാവ് സൂചിപ്പിച്ചൊരു കാര്യം നമ്മൾ കുറെ കൂടി അതിനെപ്പറ്റി ഒന്ന് ആഴത്തിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അൽമായരുടെ ഒരു പങ്കാളിത്തം പിതാവ് സൂചിപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും രൂപതയുടെ ഒരു അടിസ്ഥാനം തന്നെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കുടിയേറി വന്ന അൽമായ സമൂഹം തന്നെയാണ്. ഈ അൽമായർ രൂപതയുടെ ഒരു വളർച്ചയിൽ എത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്? പിതാവിൻ്റെ ശുശ്രൂഷകളിൽ എത്രത്തോളം ഒരു താങ്ങും തണലുമായിട്ട് അവർ നിൽക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ പലപ്പോഴും കേരളത്തിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, എൻറ്റയർലി ഡിഫറൻ്റാണ് അവിടുത്തെ സഭാ സംവിധാനങ്ങളും പ്രേക്ഷിത പ്രവർത്തന ശൈലികളുമൊക്കെ. നമ്മുടെ ഉള്ളായ്മയും ഇല്ലായ്മയും എല്ലാം ജനങ്ങൾക്കറിയാം. അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആദ്യം പറഞ്ഞ ആവർത്തിക്കുകയാണ്. അവിടെ അൽമായ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഷെപ്പേർഡ്സ് ഓഫ് ഫെയ്ത്തിലെ അംഗങ്ങൾ പലപ്പോഴും പല വേദിയിൽ അവർ പറഞ്ഞു കേട്ടു, പ്രത്യേകിച്ച് ലീഡർഷിപ്പിലുള്ള പലരും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കുർബാനയെല്ലാം പറ്റിയല്ല, അച്ഛന്മാർക്ക് കുർബാനയെല്ലാം പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു 10 ചിക്കിരി ഉണ്ടാവും, അവരുടെ വാക്കാണ് $10 ഉദ്ദേശിക്കുന്നത്. അത് $10 തന്നു കഴിഞ്ഞാൽ അത് പലരിൽ നിന്നായി കഴിയുമ്പോഴത്തേക്കും ഒരച്ഛനെ ഏതെങ്കിലും റിമോട്ട് പാരീഷിൽ എത്തിക്കാനും അവിടെ കുർബാന ചെല്ലാനും സാധിക്കും. അവിടെ സിറോ മലബാർ കുർബാന, കുമ്പസാരം, അവരുടെ മക്കളുടെ കാറ്റീസം, അതുപോലെ തന്നെ മറ്റേ ആത്മീയ ശുശ്രൂഷകളൊക്കെ നടക്കും. അതുകൊണ്ട് പട്ടം കിട്ടിയ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ ഇതുപോലെ നിയുക്തരായ വൈദികരെ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മിഷനറി കടമയാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ ഒത്തിരി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പള്ളികൾ പണിയുന്നു. ഈ ജനം തരുന്നതേ ഉള്ളൂ, അവിടെ പ്രോജക്റ്റ് ഇല്ല. നമ്മുടെ ബെനഫാക്ടേഴ്സ് ആത്മായ സഹോദരങ്ങളാണ്. അവിടെ എല്ലാ കാനോനിക്കൽ ഓർഗൻസ് ഉണ്ട്, കൂരിയുണ്ട്, കൺസൾട്ടൻസ് ബോഡിയുണ്ട്, പാസ്റ്റർ കൗൺസിലുണ്ട്, ഫിനാൻസ് കൗൺസിലുണ്ട്. ഇപ്പോൾ മാർപ്പാപ്പ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഭയൊന്നാകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സിനഡാലിറ്റി ഒക്കെ. ഇതൊക്കെ ഒരു പരിധി വരെ അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇനിയും വളരാനുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യുക, പരിശുദ്ധാത്മാവിനെ കേൾക്കുക, എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്തുക. ആ ഒരു ശൈലി ഞങ്ങളവിടെ കുറേയേറെ പ്രവർത്തിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിക്കുന്നുണ്ട്. ഇനിയും ഒത്തിരി വളരാനുണ്ട് താനും. പിതാവ് നേരത്തെ സൂചിപ്പിച്ച യാത്രയുടെ ഒരു അനുഭവം, അത്തരം യാത്രകളിൽ പിതാവിന് ഇപ്പോഴും മറക്കാനാകാത്ത ഒരു മിഷൻ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? പുതുതായിട്ടൊരു മിഷൻ തുടങ്ങി ഞാൻ പറയാം. അത് 2018 കോവിഡിന് തൊട്ട് മുമ്പാണ്. ടൊറോണ്ടോയിൽ നിന്ന് ഏകദേശം ഒരു 400-450 കിലോമീറ്റർ അകലെ സഡ്ബറി എന്ന സ്ഥലത്ത് പുതിയൊരു മിഷൻ സെൻറ്റർ തുടങ്ങുകയാണ്. അവിടെ ഇൻ്റർനാഷണൽ യൂത്താണ് അവിടുത്തെ മെയിൻ നമ്മുടെ വിശ്വാസ സംഭവം. പിന്നെ 2-3 കുടുംബങ്ങളേ ഉള്ളൂ. അവിടെ ഇങ്ങനെ നമ്മളുടെ മക്കളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച് അവിടെ എത്തുന്നു. എൻ്റെ കൂട്ടത്തിൽ അന്ന് വേറൊരു അച്ഛനുണ്ട്, 2 സഹോദരങ്ങൾ, അൽമായ സഹോദരങ്ങൾ. ഞങ്ങൾ പറഞ്ഞ നമ്മുടെ അൽമായ നേതാക്കന്മാർ 3 അവർ കാർ ഓടിച്ച് കൂടെയുണ്ട്. അവിടുത്തെ ലോക്കൽ ബിഷപ്പിനെ അറിയിച്ചിരുന്നു. അപ്പോൾ ബിഷപ്പ് ഞാനും കൂടി ഒരുമിച്ച് കുർബാന ചൊല്ലി. അതിനുശേഷം ഞങ്ങളൊരു പള്ളിയുടെ ബേസ്മെൻറ്റ് ചെറിയൊരു ഹോളുണ്ട്, അവിടെ ഒരു പൊതു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിൽ ഞാൻ പിള്ളേരോട് ചോദിച്ചു, ഇന്ന് ആദ്യത്തെ കുർബാന ഇവിടെ നടന്നത്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ തുടരണം. അയ്യോ മക്കളെ എങ്ങനെ സാധിക്കുക? ഇവിടെ അടുത്ത് എങ്ങും അച്ഛന്മാർ നമ്മൾ എല്ലാം വളരുന്നില്ലുള്ളൂ. അവരൊരു പിതാവ് ഞങ്ങൾക്ക് വേറെ ഒന്നും തരണ്ട, മാസത്തിൽ ഒരു സീറോ മലബാർ കുർബാന ഞങ്ങൾക്ക് ചൊല്ലിത്തരാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയ സ്വപ്നം. മാസത്തിൽ ഒരു സീറോ മലബാർ കുർബാന ചൊല്ലിത്തരാൻ പറ്റുന്ന വിധത്തിൽ ഒരു അച്ഛനെ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരുവാണെങ്കിൽ അത് മാത്രം മതി. അതിന് ജോർജി, ഇതൊക്കെ നമ്മുടെ ഒത്തിരി കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അവർക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടെ നിന്ന് പണമുണ്ടാക്കാൻ പോയി പിള്ളേരാ, പഠിച്ച് ഉന്നത ജോലി നേടി പണമുണ്ടാക്കി വലിയ സാമ്പത്തിക ഉന്നമനത്തിലെത്താൻ വേണ്ടി പരിശ്രമിച്ച് പോയവരാണ്. പക്ഷേ അവർക്കും ആത്മീയ ദാഹമുണ്ട്. അതുകൊണ്ട് വിശ്വാസം തീർന്നു നശിച്ചു എന്നൊന്നും ചിന്തിക്കേണ്ട, ആ ഹൃദയങ്ങളിലുണ്ട്. ചിലപ്പോൾ അല്പം ചാരം മൂടി കിടപ്പുണ്ടായിരിക്കും, അതൊന്ന് ഊതിക്കളഞ്ഞാലുണ്ടല്ലോ അത് വിട്ടും ചൊല്ലിക്കും. അതിന് വലിയൊരു അനുഭവമാണ് ഇത്. ഞാൻ ഒരു സഡ്ബറിയുടെ പറഞ്ഞെങ്കിൽ ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതാണ് ഒരു കുർബാന. എല്ലാ ആഴ്ചയിലും ചൊല്ലിത്തരാൻ പറ്റിയല്ലായിട്ടില്ല എങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും നമ്മളവിടെ പറ്റുന്നത് ഞങ്ങൾക്ക് തരാം.
ബാക്കി എങ്ങനെയെങ്കിലും പിതാവ് സംഘടിപ്പിക്കുക. ഞാനിത് നമ്മുടെ ജനങ്ങളോട് പറയുന്നു. ജനങ്ങൾ അവരുടെ കഴിവനുസരിച്ച് അവതാരിപൂർവ്വം തരുന്നു. അതിൻ്റെ ഒരു മിഷണറി ചാനലാണ് ഞാൻ ആദ്യം സൂചിച്ച ഷെപ്പേഴ്സ് ഓഫ് ഫെയ്ത്ത്. പിതാവ് ഈ പറഞ്ഞ കാര്യം നമ്മൾ ഈ കേരള സഭയിലെ അല്ലെങ്കിൽ കേരള സഭയിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒന്ന് കണ്ണ് തുറപ്പിക്കേണ്ട ഒരു അപേക്ഷ അവർ നടത്തിയത്. സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നുള്ളൊരു കാര്യം. നമുക്കിവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനകളുണ്ട്. അത് 1, 2, 3 പരിശുദ്ധ കുർബാനകളുണ്ട്. തൊട്ടടുത്ത പള്ളികളിൽ നമുക്ക് ഇഷ്ടം പോലെ ഏത് പള്ളികളിലും പോയി നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. പക്ഷേ അതൊന്നും ലഭിക്കാത്ത ഒരു ജനത ഇപ്പോഴും ഉണ്ട്. ഒരു മാസത്തിലൊരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം, അത് ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഞാനതുകൊണ്ട് കഴിയുന്നത്ര അച്ഛന്മാരെ അവിടെ എത്തിക്കാനും ഈ ആത്മീയ ശുശ്രൂഷകൾ കോട്ടം തട്ടാതെ മുടങ്ങാതെ എത്തിച്ചു കൊടുക്കാനും പരിശ്രമിച്ചു. ഇത് നമ്മൾ ഒരു പ്രയോറിറ്റി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് റീച്ച് ഔട്ട് ദി സ്കാറ്റേഡ്. എന്നിട്ട് ആ കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുർബാന കൊടുക്കുക. അത് ഏറ്റവും ആദ്യമുള്ളത്. കുർബാന, കുമ്പസാരം, പിന്നെ കുഞ്ഞുമക്കളുടെ കാറ്റീസം. അപ്പോൾ ഒരു അച്ഛൻ അവിടെ വേണം. അപ്പോൾ ഞങ്ങളിപ്പോൾ 32 അച്ഛന്മാരവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ ഒക്കേഷൻ ലഭിക്കാനുള്ള പരിശ്രമമാണ്. തദ്ദേശീയമായിട്ടുള്ള ദൈവവിളികൾ, ആ ലോക്കൽ ഒക്കേഷൻ നമുക്ക് വേണം, പ്രാദേശികമായ. അപ്പോൾ ആ മണ്ണിൽ ജനിച്ചു വളർന്നവർ ആ സംസ്കാരം ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള ആ തലമുറയിൽ നിന്ന് ദൈവവിളി കിട്ടിയാൽ ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ആ ഒരു സമൂഹത്തിന് പൾസ് അറിയാം. അവർക്ക് ആ സമൂഹത്തിലേക്ക് അല്പം കൂടി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മാത്രമല്ല സെക്കൻഡ് ജനറേഷനൊന്നും മലയാളം ഒന്നും അത്ര അങ്ങോട്ട് ഫ്ലുവൻ്റ് അല്ല. അവർക്ക് മലയാളമൊക്കെ പറയും, കുറേശ്ശൊക്കെ അവർക്ക് വായിക്കാനൊന്നും അറിയില്ല. പെട്ടെന്ന് വലിയ സാങ്കേതിക പദങ്ങളൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ആ തലമുറയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒക്കേഷൻ കിട്ടാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അത് അച്ഛന്മാരായിട്ടും സിസ്റ്റേഴ്സായിട്ടും. ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ പട്ടം കിട്ടി. ഫാദർ ഫ്രാൻസിസ് വളരെ തീഷ്ണമതി അച്ഛനാണ്. പിന്നെ മറ്റൊരാൾ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൈകാതെ സെമിനാരിയിലേക്ക് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 3-4 വർഷം കൊണ്ട് കുറേയേറെ പേര് സെമിനാരിക്കാരായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ബോധ്യമുണ്ട്. അതിന് യങ്ങർ ജനറേഷൻ വളർന്ന് വരുന്നുണ്ട്. ഇത് കാറ്റീസം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒക്കേഷൻ്റെ മേഖലയിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കുറച്ച് ബോധ്യമുണ്ട്. രൂപതയുടെ വളർച്ചയിൽ ഈ ലോക്കൽ ലാറ്റിൻ ചർച്ചിൻ്റെ ഒരു പിന്തുണ, ആ ഒരു സപ്പോർട്ട് എത്രത്തോളം പിതാവ്? ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഈ ഔദ്യോഗിക സഭാ സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ ലാറ്റിൻ ബിഷപ്സ് ഈ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് സീറോ മലബാർ അച്ഛന്മാരുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള അച്ഛന്മാർക്ക് അനുവാദം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ മിനിമം കാര്യങ്ങളൊക്കെ നടത്തി പോന്നിരുന്നു. അങ്ങനെ തുടങ്ങിയ ആ മേഖലയിലേക്കാണ് ഞാൻ രണ്ടാമതെത്തുന്നത്. എന്നോട് മറ്റച്ഛന്മാരെത്തുന്നത്. ഇനി ഞാനൊരു സ്ഥലത്ത് പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്നാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് അവിടുത്തെ ലോക്കൽ ബിഷപ്പിനെ കാണും. എന്നിട്ട് അവിടെയുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പങ്കുവയ്ക്കും. ബിഷപ്പിന് ഇങ്ങോട്ട് തരും. അപ്പോൾ ഞങ്ങളൊരു ഗീവ് ആൻഡ് ടേക്ക് ആറ്റിറ്റ്യൂഡിലൂടെ സീറോ മലബാർ കമ്മ്യൂണിറ്റി അവരുടെ പാസ്റ്റർ നീഡ് അസസ് ചെയ്യും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി സീറോ മലബാർ പ്രീസ്റ്റ് ഇൻ യുവർ ഡയോസിസ്? ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ലാറ്റിൻ പള്ളി വർക്ക് ചെയ്യുന്ന നമ്മുടെ സീറോ മലബാർ അച്ഛനും ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ സർവീസുകൾ നമുക്ക് തുടങ്ങാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ പിതാക്കന്മാർ ആ അച്ഛന്മാരെയും വിട്ടു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങും. അല്ലെങ്കിൽ നമ്മളുടെ സീറോ മലബാർ അച്ഛന്മാരെ ഇവിടുന്ന് ഇങ്ങനെ ദൂര ഇടവുകളിൽ നിന്ന് അവിടെ എത്തിച്ച് ചിലപ്പോൾ 300, 400, 500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതിന് അച്ഛന്മാർ തയ്യാറാണ്. ആ സഹനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ പോയി മാസത്തിലൊരു കുർബാന, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു കുർബാന, പിന്നെ അത് ആഴ്ചയിലൊരിക്കലായി ഡെയിലി അങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലാറ്റിൻ സഭയുടെ സപ്പോർട്ട് ആരംഭത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു, ഇപ്പോഴും നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ഉക്രൈനിയൻ പള്ളി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഓറിയൻ്റൽ ചർച്ചസ് 6 ഉണ്ട്. ലാറ്റിൻ പള്ളി ചർച്ച് കൂടാതെ 6 ഓറിയൻ്റൽ ചർച്ചസ് ഉണ്ട്. ഞങ്ങളെല്ലാം വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പോകും. ഞങ്ങൾക്ക് കനേഡിയൻ ബിഷപ്സ് കോൺഫറൻസ് ഒരിക്കലുണ്ട്. പിന്നെ 4 റീജിയനായിട്ടാണ് കനേഡിയൻ ബിഷപ്സ് കോൺഫറൻസ് തിരിച്ചിരിക്കുന്നത്. ആ എല്ലാ റീജിയണൽ കോൺഫറൻസും ഞാൻ പോകും. അങ്ങനെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡ് ടീം വർക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.